വിശിഷ്ട വ്യക്തിത്വം, ഏവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ലിറ്ററി ഫോറത്തിൻ്റെ അംഗങ്ങൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഓട്ടോറിക്ഷയിൽ വരുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തൊക്കെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും 3 മണി എന്നുള്ള സമയത്ത് നമുക്ക് മാറ്റമില്ല, അത് പാലിക്കും. ഇന്ന് കവിതയെക്കുറിച്ചുള്ള പരിപാടിയാണ് ലിറ്ററി ഫോറം ചർച്ച ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കവിതയുടെ അവതരണത്തിനും ചർച്ചയ്ക്കുമായി വലിയ പ്രാധാന്യത്തോടുകൂടി പരിപാടിയിൽ സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് തൃശ്ശൂർ ലിറ്ററി ഫോറവും സാഹിത്യം. ഇതര സാഹിത്യ മേഖലയ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു പരിധിയിൽ പറഞ്ഞാൽ അതിൽ കൂടുതൽ പ്രാധാന്യം കവിതയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ നേതൃത്വത്തിൽ 3ഓളം കവിതാ പരിപാടികൾ നിരന്തരമായി നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാവ്യപുസ്തകമല്ല ജീവിതം എന്ന് പറയുന്ന പരിപാടി പൂർണ്ണമായും കവികൾക്ക് വേണ്ടി മാത്രമുള്ള, നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള കവികൾ വന്ന് അവരുടെ അനുഭവങ്ങളും എഴുത്തും കവിതയും ഒക്കെ പറയുന്ന കാവ്യപുസ്തകമല്ല ജീവിതം നിരന്തരമായിട്ട് നമ്മുടെ സാഹിത്യം നടക്കുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ കവിതയുടെ ഉച്ചവെയിൽ എന്ന് പറയുന്ന മറ്റൊരു പരിപാടിയും കവിതയെ ആസ്പദമാക്കിയിട്ടുണ്ട്. സമകാലീന കവിതാ പ്രസ്ഥാനത്തിലെ ഒട്ടുമിക്ക കവികളും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന കവിതയുടെ ജലസ്പർശം എന്ന ഈ പരിപാടി. അതിൽ മഴയാണ് നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്നുള്ളതാണ്. നമ്മൾ ഈ പരിപാടി ആലോചിക്കുമ്പോൾ അതിശക്തമായ മഴയുണ്ടായിരുന്നൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മഴയേ ഇല്ല. അപ്പോൾ കവിതയുടെ മഴ പെയ്യാനൊരു അവസരം പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതെ, കൂടുതൽ പരിപാടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അധ്യക്ഷൻ ശ്രീ അനിൽകുമാർ കോലേരി നിങ്ങളോട് പറയും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കിടക്കുകയാണ്. ലിറ്ററി ഫോറം സംഘടിപ്പിച്ച് വരുന്ന പരിപാടികൾക്ക് കിട്ടുന്ന പ്രാധാന്യവും ജനപിന്തുണയിലും എന്നും ലിറ്ററി ഫോറത്തിൻ്റെ പ്രവർത്തകർ കടപ്പെട്ടിട്ടുണ്ട്. ഇനിയും അത്തരം പരിപാടികളുമായിട്ട് സാംസ്കാരിക മണ്ഡലത്തിൽ തൃശ്ശൂരിൻ്റെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളാകുവാൻ, സഹയാത്രികരായി മാറുവാൻ കഴിഞ്ഞതിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അതിഥികളേക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനും സുപരിചിതമായിട്ടുള്ള ലിറ്ററി ഫോറത്തിൻ്റെ സജീവ അംഗവുമായിട്ടുള്ള കവിയും 2 പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീ അനിൽകുമാർ കോലേരിയാണ്. ശ്രീ കോലേരിയെ ഈ പരിപാടിയിലേക്ക് തൃശ്ശൂർ ലിറ്ററി ഫോറത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ പരിപാടി കവിതയുടെ ജലസ്പർശം ഉദ്ഘാടനം ചെയ്യുന്നത് സമകാലീന മലയാള കവിതാ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള, അഗ്രഗണ്യമായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ടോണി മാഷാണ്. നമുക്ക് വളരെ സുപരിചിതനായ ആളാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒന്നാകെ തന്നെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ടോണി മാഷ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ടോണി മാഷിനെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവാണ്. അതോടൊപ്പം നിരവധി കൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഭാഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഉദ്ഘാടകൻ ടോണി മാഷിനെ ലിറ്ററി ഫോറത്തിൻ്റെ പേരിൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് നമ്മുടെ സഹപ്രവർത്തകൻ, നമ്മുടെ സഹയാത്രികനാണ് ഡോക്ടർ PB ഋഷികേശൻ. ഒട്ടുമിക്ക പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ്. എപ്പോൾ വിളിച്ചാലും സ്നേഹത്തോടു കൂടി തന്നെ മറുപടി പറയും, പങ്കെടുക്കുകയും ചെയ്യുന്ന എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതം കൂടിയായിട്ടുള്ള ആളാണ് ശ്രീ PB ഋഷികേശൻ മാഷ്. മാഷിൻ്റെ ധാരാളം പുസ്തകങ്ങൾ തന്നെ നമുക്ക് മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യക സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഋഷികേശൻ മാഷിനെ ഹൃദയപൂർവ്വം ലിറ്ററി ഫോറത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുക. ശ്രീമതി നഫീസത്ത് BB നമ്മുടെ സജീവാംഗമാണ്, ഉപദേശസമിതി അംഗമാണ്, കവിയാണ്, എഴുത്തുകാരിയാണ്, നിരൂപകയാണ്. നിരവധി സാഹിത്യ മേഖലകളിൽ തനതായ സംഭാവനകൾ ഇതിനോടകം നൽകിയിട്ടുള്ള ആളാണ്. എന്നും സാഹിത്യയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് തന്നെ കവി കൂടിയായിട്ടുള്ള നഫീസത്ത് BBയെ ഈ പരിപാടിയിലേക്ക് ലിറ്ററി ഫോറത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുക. ശ്രീമതി സുനിത സുകുമാരൻ നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, സാഹിത്യയുടെ മറ്റൊരു സഹപ്രവർത്തകയാണ്, സഹയാത്രികയാണ്. നമ്മൾ ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ള ഒരാൾ കൂടിയാണ്. കവി മാത്രമല്ല, ഇത്തരം മേഖലകളിലും ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുള്ള
സുനിത സുകുമാരൻ തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിൻ്റെ കവിതാ സാഹിത്യത്തിന് വിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. സമകാലീന സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൂടിയാണ് ശ്രീമതി നഫീസത്ത് ബീവിയെ ഈ പരിപാടിയിലേക്ക് ലിറ്റററി ഫോറത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സുനിത സുകുമാരൻ നഫീസത്തിനോട് അത്ര ഇഷ്ടമുള്ളതായിരിക്കും ബീവിയുടെ പേര്. ശ്രീമതി ഇമ്മാനുവൽ മെറ്റൽസ് അല്പം വൈകി എന്നുള്ളത് സ്വാഗതം പറയാനും വൈകിട്ടുണ്ട്, ക്ഷമിക്കുക. ഇമ്മാനുവൽ മെറ്റൽസിന് ഒരുപക്ഷെ നമുക്ക് അത്ര സുപരിചിതയായിട്ടുള്ള ഒരാളല്ല, എങ്കിൽ കൂടിയും നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ കവിതാ സാഹിത്യത്തിനൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. ഇംഗ്ലീഷിൽ കൂടി കവിത എഴുതുന്ന ഒരു വ്യക്തി എന്നുള്ള പ്രാധാന്യവും അത് അവർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള മെറ്റൽസെ ഹാർദവുമായിട്ട് ലിറ്റററി ഫോറത്തിൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ദിനേശ് രാജ സാറ് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നവരാണ്. നമ്മുടെ കവിയായി മാത്രമല്ല, പ്രഭാഷകനായിട്ടും നിരൂപനായിട്ടൊക്കെ നമ്മൾ ധാരാളം കാണുകയും കേൾക്കുകയും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ദിനേശ് രാജ സാറ്. ഏത് പരിപാടിയിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ്. നമ്മുടെ ഒരു സഹയാത്രികനാണ്, സഹപ്രവർത്തകൻ കൂടിയാണ്. ദിനേശ് രാജ സാറിനെ ഈ പരിപാടിയിലേക്ക് ലിറ്റററി ഫോറത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഇനി ഉള്ളത് ശ്രീമതി സുനിതാദാസാണ്. നമുക്ക് ഏവർക്കും പ്രിയങ്കരാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സാഹിത്യത്തിലെ സജീവ അംഗമാണ്, സജീവ ഭാഗമാണ്, കവിയാണ്. ഇതിനോടകം തന്നെ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് തൻ്റെതായ ഒരു സ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീമതി സുനിതാദാസിനെ ആർദ്രമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇനി നമ്മുടെ പ്രേക്ഷകസനിൽ ധാരാളം പേരെത്തിയിട്ടുണ്ട്. പ്രശസ്തരായിട്ടുള്ളവർ തന്നെയുണ്ട്. പുറയിൽ വസന്ത മാഷിരിപ്പുണ്ട്. അതുകൊണ്ട് കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാടുമ്പോഴൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഒരു അഭിപ്രായം പ്രതീക്ഷിക്കാം. അതുപോലെ സെബാസ്റ്റ്യൻ മാഷുണ്ട്, കവി കൂടിയായിട്ടുള്ള സണ്ണി മാഷ് ഇരിപ്പുണ്ട്, കേളവർമ്മ സാറുണ്ട്, മോഹൻദാസ് ഭാർഗവ സാറുണ്ട്, മാധവി ചേച്ചി, അനിതാവർമ്മ, MD രത്നമ്മ ചേച്ചി അടക്കമുള്ള അതിപ്രഗത്ഭമായ സദസ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ജാഗ്രത കാണിക്കുന്നു. നിങ്ങൾക്ക് നന്നായിരിക്കും, ആരോഗ്യത്തിന് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും ഈ പരിപാടിയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. നന്ദി, നമസ്കാരം.